ഹായ് ഓൾ, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത യൂട്യൂബ് എപ്പിസോഡുകൾ നിങ്ങളേവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കാണാത്തവർ ഈ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താൽ മതി. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. എന്താണ് ബുദ്ധി? എങ്ങനെയാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്? എവിടെയാണ് ബുദ്ധി ഇരിക്കുന്നത്? അത് തലച്ചോറിലാണ് എന്ന് ആധുനിക ശാസ്ത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തലച്ചോറിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? തലച്ചോറിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ബുദ്ധി സ്ഥിതി ചെയ്യുന്നത്? ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധികളുണ്ട്? ചില ബുദ്ധികൾ നന്നായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചില ബുദ്ധികൾ വളരെ മോശമായി പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് പോലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ബുദ്ധിയുമായി നമ്മൾ ഇന്ന് അന്വേഷണം നടത്തുമ്പോൾ, ബുദ്ധിയുമായി നാം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് പെറ്റ് സ്കാനിങ്, അതുപോലുള്ള MRI സ്കാനിങ് പോലുള്ള തലച്ചോറിൻ്റെ കൃത്യമായ ചിത്രങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് ഇന്ന് വീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതെല്ലാം ബുദ്ധിയുണ്ടെന്നും അവ എപ്പോഴൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും വളരെ കൃത്യമായി അത്തരം പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ബുദ്ധി എന്ന് പറയുന്നത് പല തരത്തിലുള്ള ബുദ്ധികളാണ്. അതായത് നമുക്ക് ഒരു കാര്യം കേട്ട് അത് നന്നായി മനസ്സിലാക്കി നമ്മളെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഒരു ബുദ്ധി, നമുക്കൊരു കാര്യം കണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അത് നന്നായി മനസ്സിലാക്കാനുള്ള മറ്റൊരു ബുദ്ധി, ഇതുപോലെ കോഗ്നിറ്റീവ് ഇൻ്റലിജൻസ്, ക്രിസ്റ്റലൈൻ ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഇൻ്റലിജൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധികളുണ്ട്. ഓരോന്നിൻ്റെയും പ്രവർത്തനം ഓരോ രീതിയിലാണ്. ഒരു എഞ്ചിനീയർക്ക് വേണ്ട ബുദ്ധിയെന്ന് മെയിനായിട്ട് വേണ്ടത് സ്പാഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതായത് ഇടങ്ങളെ കണ്ടെത്തി അവയെ മാനേജ് ചെയ്യുവാൻ പഠിക്കുന്നതാണ് സ്പാഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ IQ ടെസ്റ്റിൽ തോറ്റുപോയി എന്ന് വരാം. അപ്പോൾ IQ ടെസ്റ്റ് വാസ്തവത്തിൽ നമ്മുടെ ബുദ്ധിയെ അളക്കാനുള്ള ഒരു മെഷർമെൻ്റ് അല്ല എന്നുള്ളതാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്. പല ബുദ്ധികൾ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് നമുക്കൊരു പൊതുബുദ്ധിയായിട്ട് മാറും. ബുദ്ധിയെ നാം തരംതിരിച്ച് പഠിക്കുമ്പോൾ ഓർമ്മ എവിടെയിരിക്കുന്നു? നമ്മുടെ കേൾക്കാനുള്ള ഒരു ബുദ്ധിയും അത് വിശകലനം ചെയ്ത് മനസ്സിലാക്കി ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഒരു ബുദ്ധി, കാഴ്ച, എങ്ങനെയാണ് കാഴ്ചയിലൂടെ നാം വസ്തുതകളെ മനസ്സിലാക്കുന്നത്. കോഗ്നിറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം വായിച്ച് അത് നന്നായി മനസ്സിലാക്കിയെടുക്കാനും അത് ഓർമ്മിക്കാനുമുള്ള ഒരു ബുദ്ധി, അത് ആവർത്തിച്ചെടുക്കാനുള്ള മറ്റൊരു ബുദ്ധി. ഇങ്ങനെ പല ബുദ്ധികൾ മനുഷ്യരുണ്ട്. വളരെ പൗരാണിക കാലം മുതൽ മനുഷ്യന് ബോധം പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ പല പല ബുദ്ധികൾ മനുഷ്യനിലുണ്ടായിരുന്നു. മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട്. മൃഗങ്ങളിൽ നമുക്ക് ബുദ്ധി പ്രവർത്തിക്കുന്നതായി പല പരിശീലനങ്ങൾ നമ്മൾ മൃഗങ്ങളെ കൊടുക്കുകയാണെങ്കിൽ പലതര ബുദ്ധികൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബുദ്ധിയുടെ ഏറ്റവും വലിയ പുഷ്കലമായ യൗവനകാലം എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത് പീരീഡിലാണ്. നമ്മളെ ചെറുപ്പകാലം, ഒരു കുഞ്ഞ് ജനിച്ച് വരുമ്പോൾ തന്നെ ആ കുഞ്ഞിന് വേണ്ടതായിട്ടുള്ള ന്യൂറോണുകളാണ് നമ്മുടെ ബുദ്ധി കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന, അതിൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളിലൂടെയാണ് ബുദ്ധി ശേഖരിച്ചു വെക്കുകയും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പണ്ടുണ്ടായിരുന്ന ആളുകൾക്ക് ബുദ്ധി കുറവായിരുന്നു. ഇന്നുള്ള ആളുകൾക്ക് ബുദ്ധി കൂടുതലാണോ? പണ്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധി തന്നെ ഇപ്പോഴും ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ടെക്നോളജി ഡെവലപ്മെൻറ്റ്, പരിശീലനത്തിലൂടെ നാം ആർജിച്ചെടുത്ത ബുദ്ധി കൂട്ടാനുള്ള ഏറ്റവും വലിയ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്
പരിശീലനമാണ്. എത്രത്തോളം നമ്മൾക്ക് പരിശീലനം ഒരു വിഷയത്തിൽ കൊടുക്കാൻ കഴിയുമോ അതനുസരിച്ച് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കുകൾ കൂടുതൽ കൂടുതൽ റീവയർ ചെയ്യപ്പെടുകയും നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എപ്പോൾ ഒക്കെ നമ്മൾ ഈ ഭാഗം ആക്ടിവേറ്റ് ചെയ്യാതിരിക്കുന്നുവോ ഡീആക്ടിവേഷനായി നിൽക്കുന്നുവോ ആ സമയങ്ങളിലെല്ലാം നമ്മുടെ നെറ്റ്വർക്ക് നഷ്ടപ്പെടുകയും നമ്മൾ ആർജിച്ചെടുത്ത ആ കഴിവ് ഇല്ലാതാകുകയും ചെയ്യുന്നു. അപ്പോൾ പഴയ കാലങ്ങളിൽ മനുഷ്യർ ബുദ്ധി കുറവുള്ളതാണ് എന്നുള്ള സങ്കല്പം നമുക്ക് വേണ്ട എന്നുള്ളതാണ്. മറ്റൊരു വശം, പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ആളുകളുടെ പല സ്കില്ലുകളും ഇന്ന് നമുക്ക് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. പണ്ടുകാലത്ത് ആളുകൾ നടന്നിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് യാത്ര എല്ലാം വാഹനങ്ങളിലും വളരെ വേഗത കൂടിയ മറ്റ് സംവിധാനങ്ങളിലൂടെയാണ്. പണ്ടുകാലത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത്, പണ്ടുകാലത്ത് നമ്മുടെ തൊഴിലിടങ്ങളിൽ എല്ലാം കൈകൊണ്ടും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള രീതികളിലുമാണ്. അപ്പോൾ അവരുടെയൊക്കെ അന്ന് ജോലി ചെയ്തിരുന്ന ആളുകളുടെ അത്തരം ബുദ്ധിയും സ്കില്ലുകളുമാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ നാം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ തലച്ചോറ് യഥാർത്ഥത്തിൽ ചുരുങ്ങി വരികയാണ്. അതായത് ചില ബുദ്ധികൾ നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോൾ, ചില സ്കില്ലുകൾ, ഒരു കൈത്തൊഴിൽക്കാരൻ ഒരു ഉപകരണമുണ്ടാക്കുമ്പോൾ അവൻ്റെ സ്കില്ലുകൾ അടിച്ചു പരത്തി ഒരു രൂപമാക്കി മാറ്റുമ്പോൾ ഒരുപാട് സ്കില്ലുകൾ അവിടെ ഉപയോഗിക്കുന്നു. ഇന്നതൊന്നും വേണ്ട. അങ്ങനെ വേണ്ടാത്ത ആ ബുദ്ധികൾ അത് നമുക്ക് ഉപകാരപ്രദമല്ലാതാവുകയും അത് ക്രമേണ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ ഈജിപ്തിലെ പിരമിഡ് പോലുള്ള ലോകത്തിലെ മഹാത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. എങ്ങനെയാണ് ആ കാലത്ത് പിരമിഡുകൾ മനുഷ്യനുണ്ടാക്കിയത്? ഇത്രയും വികസിതമായ ഒരു ബുദ്ധി അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നും കൗതുകമുണർത്തുന്ന ഒരു മഹാത്ഭുതമായി ലോകത്ത് നിൽക്കുകയാണ്. ഇതിന് പല ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം, ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരൊറ്റ പിരമിഡല്ല ആദ്യം ഉണ്ടാക്കിയത്. ഒരുപാട് പിരമിഡുകൾ, അവിടെ പിരമിഡുകൾ ഉണ്ടാക്കി പരിശീലിച്ച് തകർന്നു പോവുകയും പിന്നീട് ഒരുപാട് പിരമിഡുകൾ ഉണ്ടാക്കിയാണ് ഒരു പിരമിഡ് അവിടെ സംവിധാനിക്കാൻ അവർക്ക് കഴിഞ്ഞത്. ചില ആളുകൾ അതിന് ഉത്തരം നൽകുന്നുണ്ട്, ഏലിയൻസാണ് പിരമിഡുകൾ ഉണ്ടാക്കിയതെന്ന്. അതിന് വിശ്വസിക്കാൻ വേണ്ടതത്ര തെളിവുകൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അധ്വാനത്തിലൂടെ, പരിശീലനത്തിലൂടെ, എക്സസൈസുകളിലൂടെ, വീണ്ടും ആവർത്തിക്കപ്പെടുന്നതിലൂടെ നമുക്ക് ബുദ്ധിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങൾക്ക് വികാസമുണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സെൽ ഡിവിഷൻ ഉണ്ടായില്ലെങ്കിൽ, ഒരു പ്രത്യേക പരിധിയായാൽ അതിൻ്റെ ഡിവിഷൻ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ, ന്യൂറൽ നെറ്റ്വർക്കുകളാണ്. ചില ആളുകൾ എല്ലാം നന്നായി പഠിച്ചു വെച്ച് പരീക്ഷാ ഹാളിലേക്ക് ചില കുട്ടികൾ ചെല്ലുമ്പോൾ പഠിച്ചതെല്ലാം അവർക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ വരെ, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ കയറുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ടായി, പക്ഷേ ഇപ്പോൾ മറന്നുപോയി. ഇത് ഉണ്ടാകുന്നത് വളരെ നിസ്സാരമായ പ്രശ്നമാണ്. നമ്മുടെ സ്ട്രെസ്സ്, നമ്മുടെ ടെൻഷൻ, ആങ്സൈറ്റിയാണെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ സന്ദർഭോചിതമായി ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വളരെ നിർണായകമായ ഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. കാരണം ആ തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് അതും ഒരു ബുദ്ധിയാണ്. അതിനെയാണ് നാം ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നിർണായകമായ ഘട്ടങ്ങളിൽ യുക്തിക്കനുചിതമായി തീരുമാനങ്ങൾ എടുക്കുകയും ആ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നാം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൃഗം, ഒരു ആന ആക്രമിക്കാൻ വരുമ്പോൾ, ഒരു സിംഹം ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആശയക്കുഴപ്പത്തിലാവും. ഒന്നുകിൽ സിംഹത്തെ എതിരിടുക, അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടുക. അതിനപ്പുറത്ത് വേറൊരു ബുദ്ധിയും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്.
ഫ്രീസ് ആവുക എന്ന് പറയും. ഇന്നത്തെ കുട്ടികൾ പോസ്റ്റ് ആവുക എന്നൊക്കെ പറയുന്നുണ്ട്. ചില സ്ഥലത്ത് അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരു വിഷയവും ഉണ്ടാവില്ല. അപ്പോൾ അവർ താനെ പോസ്റ്റായി അവിടെ ഇരിക്കുക എന്ന് പറയും. അതേപോലെ ഫ്രീസ് ആകുക എന്ന് പറയുന്ന, അതായത് ഈ സിംഹമൊക്കെ, മൃഗങ്ങൾക്ക് ഈ ഒരു ബുദ്ധി ഉണ്ടെന്നുള്ളതാണ്. സിംഹമൊക്കെ മാനിനെയും അല്ലെങ്കിൽ സീബ്രനെയും ഒക്കെ ഇരപിടിക്കാൻ വേണ്ടി ഓടിക്കുന്ന സമയത്ത് അവർ നിവൃത്തിയില്ലാതാകുമ്പോൾ നിർവാഹമില്ലാത്ത ഘട്ടത്തിൽ അവർ ഫ്രീസായി പോകുന്നു എന്നുള്ളതാണ്. ഫ്രീസായാൽ ഈ വേട്ടമൃഗങ്ങൾക്കുള്ള ഒരു പ്രത്യേകത, അതൊരിക്കലും ഡെഡായിട്ടുള്ള മൃഗങ്ങളെ, ഡെഡായിട്ടുള്ള ഇരകളെ അത് ഒരിക്കലും പിടിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീസാകാനുള്ള ഒരു കഴിവും, അത് ശരിക്കും മരിച്ച പോലെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഫ്രീസ് ആവുക എന്ന് പറയുന്നത്. ഇപ്പോൾ അതുകൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കാര്യകാരണ സഹിതം വസ്തുക്കളെ വിലയിരുത്തി അതിനപ്പം തന്നെ തക്കതായ രീതിയിൽ പ്രതികരിക്കുന്നതിനെയാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ക്രിസ്റ്റലൈൻ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ചില ധാരണകളുണ്ടാകും. നേരത്തെ തന്നെ കൃത്യമായി അത് ധരിച്ചു വച്ചിട്ടുണ്ടായിരിക്കും. അവർ വിഷയങ്ങളെ സമീപിക്കുന്നത് ആ ധാരണകളെ ആധാരമാക്കിക്കൊണ്ടായിരിക്കും. ഇതാണ് ക്രിസ്റ്റലൈൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഇൻ്റലിജൻസ്, നമ്മൾ ചില ആളുകൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിരിക്കും. ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല ബുദ്ധി പ്രകടിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പഠിപ്പ് തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ പഠനം നിർത്തിവെക്കപ്പെടുകയും, എന്നാൽ അവർക്ക് ഈ ഒരു കോഗ്നിറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻസ് അവരിൽ നിലനിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു വലിയ ശേഷിയുണ്ടെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പഠിക്കാത്ത പല ആളുകളും ചിലപ്പോൾ എൻജിനീയറായി നന്നായി ഷൈൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റുകളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ഷൈൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ബികോമോ എംകോമോ ഒന്നും എടുക്കാതെ തന്നെ കണക്കിൽ അഗ്രഗണ്യന്മാരായി പ്രവർത്തിക്കുന്ന ചില ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മനുഷ്യ ബുദ്ധി എന്ന് പറയുന്നത് ഒരൊറ്റ തലത്തിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. പലതിലൂടെയും, കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും സ്പർശനത്തിലൂടെയും രുചിയിലൂടെയും എല്ലാം നാം വസ്തുതകളെ മനസ്സിലാക്കുകയും അതിനെ ഓർമ്മയായി ശേഖരിച്ചു വെക്കുകയും ആ ശേഖരിച്ച ഓർമ്മയെ റിട്രീവ് ചെയ്യാനുള്ള, അങ്ങനെ പല പല ഇടങ്ങളിലായിട്ടാണ് ബുദ്ധി ശേഖരിക്കപ്പെടുന്നത്. ആ പല പല ഇടങ്ങളിൽ നിന്ന് പരസ്പരം കണക്ഷൻ ഉണ്ടാവുകയാണ്. പരസ്പരം അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാകുമ്പോൾ അവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഇന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് നമുക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന് കൃത്യമായ പെറ്റ് സ്കാനിങ്, പോസിട്രോൺ എമിഷൻ ടോപ്പോഗ്രാഫി എന്ന് പറയുന്ന ആ സ്കാനിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും, കാണാൻ സാധിക്കുന്നുള്ളൂ. അതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ, ഏതെല്ലാം ഏരിയയിൽ അത് ഫ്ലിക്കർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെന്നുള്ളതാണ്. മൃഗങ്ങളിൽ ബുദ്ധിയുണ്ടെന്നുള്ളതാണ്. മൃഗങ്ങൾക്ക് നല്ല പരിശീലനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ അത് കാഴ്ചവെക്കും. ആനയെ നാം കാട്ടാനയെ മെരുക്കിയെടുക്കുന്നത് നാം ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ്. നായയെ മെരുക്കിയെടുക്കുന്നത് മറ്റു പല മൃഗങ്ങളെയും ഈ രീതിയിൽ നാം മെരുക്കിയെടുക്കുന്നുള്ളത്. അപ്പം നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, നിരന്തരമായ പരിശീലനത്തിലൂടെ കൂടുതൽ ബന്ധങ്ങളുണ്ടാക്കുക, സാമൂഹ്യ ബന്ധങ്ങളുണ്ടാക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ കൊടുക്കുക, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊടുക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ഇതെല്ലാം ഒരു തരത്തിലുള്ള ബുദ്ധിയാണ്. ആ ബുദ്ധിയിലൂടെ മനുഷ്യൻ്റെ പ്രകൃതിപരമായി കിട്ടിയിരിക്കുന്ന, ഇപ്പോൾ ആളുകൾ തലയ്ക്കും ശരീരത്തിനൊക്കെ കൂടുതൽ സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ മദ്യപിക്കുന്നത്, ഡ്രഗുകൾ ഉപയോഗിക്കുന്നത്. പ്രകൃതിപരമായി പരിണാമപരമായി നമുക്ക് ഇത്തരം ചില മോളിക്യൂളുകൾ നമ്മുടെ തലച്ചോറിലുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഒപ്പിയോട് പോലുള്ള ചില മോളിക്യൂളുകളുണ്ട്, കഞ്ചാവിൻ്റെ കോമ്പിനേഷനുള്ള മോളിക്യൂളുകളുണ്ട്, ഡോപ്പമിൻ പോലുള്ള
ഇതുപോലെ തന്നെ ഒരുപാട് മോളിക്യൂളുകൾ നമ്മുടെ തലച്ചോറിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തിയും നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി, ഒരു ജോലി ചെയ്യുമ്പോൾ ഓഫീസിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനോട് നന്നായി ചിരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് രണ്ട് കൂട്ടർക്കും ഒരു റിവാർഡ് സിസ്റ്റമാണ്, ചിരിക്കുന്ന ആൾക്കും ചിരി കാണുന്ന ആൾക്കും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ട്രെയിനിങ്, നമ്മുടെ പരിശീലനങ്ങൾ പലപ്പോഴും അത്തരത്തിലുള്ളതല്ല എന്നതുകൊണ്ട് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നു. കേവലം നമ്മൾ ഓഫീസിലേക്ക്, ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഫോൺ വിളിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ മറുപടി ഇതാണ് അവരുടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും ചെറിയ പ്രായത്തിലാണ് ബുദ്ധി വളർത്താനുള്ള പരിശീലനങ്ങൾ കുട്ടികൾക്ക് നൽകുക എന്നുള്ളത്. കണക്കറിയാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് കണക്കിൻ്റെ പാഠങ്ങൾ അവൻ ആവർത്തിക്കപ്പെട്ട് പഠിക്കുമ്പോഴാണ്, ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് അവന് കണക്ക് എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇതുപോലെ തന്നെ ഭാഷാപരമായ ബുദ്ധിയായാലും. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, സ്ത്രീകൾക്ക് പഠനമാണ് കാണിക്കുന്നത് ഭാഷകൾ പഠിക്കാൻ വേഗത്തിൽ അവർ പഠിക്കുന്നുള്ളതാണ്. പല യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠനം നടത്തിയതിൻ്റെ ഭാഗമായി പല സ്ഥലത്ത് പല ഭാഷകൾ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളിൽ അവർ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ, പുരുഷന്മാരെക്കാൾ കൂടുതൽ വേഗത്തിൽ അവർക്ക് ഭാഷ പഠിക്കാൻ സാധിക്കും. ഇമോഷൻ ഇൻ്റലിജൻസ്, കൂടുതൽ വൈകാരികതയും അതുപോലെ തന്നെ അലിവും സ്നേഹവുമൊക്കെ സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത്. അങ്ങനെ പുരുഷൻ്റെയും സ്ത്രീകളുടെയും ബുദ്ധിയിൽ തന്നെ പല തലങ്ങളുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബുദ്ധി എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി വളരെ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് നാം നമ്മുടെ കുട്ടികൾക്ക് ആ രീതിയിൽ വേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള എക്സസൈസുകൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതെല്ലാം നാം വളരെ ക്രമീകരിച്ച് നാം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി വേണ്ട രീതിയിൽ, അതിന് വേണ്ടി അവരിൽ ആകാംക്ഷ ഉണ്ടാക്കണം, അവരിൽ ഉത്കണ്ഠ ഉണ്ടാക്കണം. ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് വെറുതെ പാഠഭാഗങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ കുട്ടികളുടെ താല്പര്യം ഒരിക്കലും ആ വിഷയത്തിൽ വളർന്നു വരില്ല. അവരിൽ ജിജ്ഞാസയുണ്ടാക്കുന്ന, കൗതുകമുണ്ടാക്കുന്ന, ഇപ്പോൾ ഈ ബുദ്ധിയെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ചില അപകടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോകും. ചില ആളുകൾക്ക് പുതിയ കാര്യങ്ങളൊന്നും ഓർക്കാൻ കഴിയില്ല, പഴയ കാര്യങ്ങൾ അവർ ഓർത്തെടുക്കും എന്നുള്ളതാണ്. ഇങ്ങനെ പല തലങ്ങളിൽ ഇത് പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ വളരെ വിശദമായ ഒരു ഹോളിവുഡ് സിനിമ തന്നെ നമ്മൾ 2000 റിലീസ് ചെയ്ത ഒരു ഹോളിവുഡ് ചിത്രമാണ് ക്രിസ്റ്റഫർ നോളൻ്റെ മൊമെൻ്റം എന്ന് പറയുന്ന ഒരു ഫിലിം. ഇതിൽ അതാണ് കാണിക്കുന്നത്. ബുദ്ധി ഒരാൾക്ക് നല്ല ജെന്റിൽമാനായി നടന്ന ഒരു ഇൻഷുറൻസ് ഏജൻ്റായിരുന്ന ഒരു വ്യക്തിയുടെ ഒരു ആക്സിഡൻറ്റിൽ, അതിൻ്റെ കഥ ഞാൻ പറയുന്നില്ല, അത് കണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് കാര്യം മനസ്സിലാകുന്നത്. അങ്ങനെ അയാൾക്കുണ്ടാകുന്ന ബുദ്ധി നഷ്ടം, അപ്പോൾ ബുദ്ധിക്ക് പലപ്പോഴും നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ബ്രെയിനിന് ഡാമേജ് ഉണ്ടായാൽ ബുദ്ധിക്ക് നഷ്ടമുണ്ടാകുന്നു. അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള ഡയറ്റുകൾ കുട്ടികൾക്ക്, നല്ല രീതിയിലുള്ള പ്രാക്ടീസുകൾ, പരിശീലനങ്ങൾ, നല്ല രീതിയിലുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ഇപ്പോൾ കുട്ടികളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, അപ്പോൾ അവരുടെ ഉത്കണ്ഠ, അവർക്ക് കൊടുക്കാവുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ്. ഇപ്പോൾ ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു സിനിമ, വളരെ ലോകപ്രശസ്തമായ ഒരു സിനിമയാണ് ടൈറ്റാനിക്. എല്ലാവർക്കും അറിയാം, എല്ലാ കുട്ടികൾക്കും അറിയാം അതിൻ്റെ കപ്പൽ അപകടം. പക്ഷേ അവിടെ ഒരു ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുട്ടികൾക്ക്. ഈ ടൈറ്റാനിക് എന്ന് പറയുന്നത് ആ കപ്പൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. ഈ സാധനം ചെന്ന് ഇടിക്കുന്നത് ഒരു ഐസ്ബർഗിലാണ്. നമുക്കറിയാം, ഒരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐസ് കട്ടകൾ വളരെ അനായാസേന ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് ഐസ്ബർഗുകൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഇത്രയും മാസമുള്ള, ഇത്രയും വേഗതയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കപ്പൽ എങ്ങനെ ഈ ഐസ്ബർഗ് മുട്ടിയപ്പോൾ അത് തകർന്നു പോയി? ഐസ്ബർഗിലേക്ക് ഹിറ്റ് ചെയ്തപ്പോൾ അത് തകർന്നു പോയി. ഇതിനൊരു ഉത്തരം ഒരുപാട് ആളുകൾ ഇതിന് ഉത്തരം കാണാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇത്തരത്തിൽ കുട്ടികളിൽ കൗതുകം ഉണ്ടാക്കുന്ന
വളരെ ജിജ്ഞാസയുണ്ടാക്കുന്ന അന്വേഷണാത്മകമായ അവരുടെ ബുദ്ധി സർവ്വ മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ നേരത്തെ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, പ്രണയം മൂലം നിരാശരായി ജീവിതം ഹോമിക്കുന്ന ചില ആളുകളുണ്ട്. പ്രണയത്താൽ സംഭവിക്കുന്നതാണ്. ഇനി വേറൊരു പെൺകുട്ടിയും പ്രണയിക്കാനില്ല എന്നുള്ളൊരു ബോധം ഇവരിൽ വരികയാണ്. ഇതിനെ വിവേചിച്ചറിയാൻ, ഇപ്പോൾ ഏതൊരു സിനിമയിൽ ഒരു പാട്ട് പോലും പാടുന്നുണ്ട്, അവൾ വേണ്ട, ഇവള് വേണ്ട, ഇവന്മാരൊന്നും വേണ്ട എന്നും പറഞ്ഞായിട്ട്. കാരണം ഒരാൾ പോയാൽ ഇഷ്ടംപോലെ ഓപ്ഷനുണ്ട് എന്ന് തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി അവർക്കില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ നിരാശരായി, ഡിപ്രസ്സായി, മനോരോഗികളായി പല ആളുകളെയും അത്തരത്തിൽ കാണാൻ സാധിക്കുന്നു. ഇതൊക്കെ ഒരു തരത്തിലുള്ള ബുദ്ധിയുടെ കൃത്യമായ പ്രവർത്തനമാണ്. ഈ ബുദ്ധികളെ നാം കോർഡിനേറ്റ് ചെയ്യാനും അതിനെ സംയോജിപ്പിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിച്ചാൽ എത്രയോ മഹത്തായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. ആ തലമുറയെ സൃഷ്ടിക്കുമ്പോൾ നാം ഏവരും അവരെ വളരെ വിശേഷ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഫർമേറ്റീവായ വീഡിയോസ് ഞാൻ വിവിധ എപ്പിസോഡുകളിലായി മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണുവാൻ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക.